റിയാദുകളിൽ വന്നെത്തിയപ്പോ ശംസുൽ ഉലമയും പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ബാങ്കിന്റെ ഓരോ വചനത്തിനും മറുപടി നൽകിയിട്ട് ബാങ്കിന്റെ അവസാനത്തെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനോഹരമായ മന്ത്രധ്വനികൾ എത്തിയപ്പോ കിടന്ന കിടപ്പിൽ നിന്ന് ശംസുൽ ഉലമയും ഉച്ചരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലലോടുകൂടി ശംസുൽ ഉലമ കണ്ണെടുക്കുകയാ. എന്ന് ചൊല്ലലോടുകൂടി ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയുകയാ. ബാങ്കിന്റെ ഓരോ വചനത്തിനും ഇജാബത്ത് നൽകിയിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വിട പറഞ്ഞ മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമയെങ്കിൽ നിങ്ങൾ കണ്ടുവോ സമസ്തയുടെ നേതാവായ CH ഹൈദ്രോസ് മുസ്ലിയാർ. CH ഉസ്താദ് എങ്ങനെയായിരുന്നു മരണം എങ്ങനെയായിരുന്നു? മരിക്കുന്നതിന്റെ തലേ ദിവസം CH ഉസ്താദ് ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആള് ചോദിച്ചു, എന്താണ് ഉസ്താദ് ഇങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ പതിവില്ലാത്തൊരു ഭക്ഷണമാണല്ലോ ഇങ്ങനെ വാരി വലിച്ചകത്താകുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് CH ഉസ്താദ് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പാമ്പുകൾക്കും തേളുകൾക്കും കഴിക്കാൻ വല്ലതും വേണ്ടേ? അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്ന് CH ഉസ്താദ് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസമാണ് CH ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നത്. അന്നേ ദിവസം രാത്രി CH ഉസ്താദ് കിടപ്പറയിലേക്ക് ഭാര്യയും കൂട്ടി കിടക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഭാര്യയോട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, നിനക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞ ഒരു ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ അനുവർത്തിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയുമോ? എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? ഭാര്യ കൈമലർത്തുകയാണ്, എനിക്കറിയില്ല. ആ സമയത്ത് CH ഉസ്താദ് പറയുകയാണ്, എങ്കിൽ നീ ഇവിടെ ഇരിക്കണേ, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്ന സമയത്തതാ ഭാര്യ തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് മനുഷ്യ നിങ്ങളതിനെ ഈ പാതിരാത്രിയിൽ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആ സംസാരങ്ങളൊക്കെ ഈ പാതിരാത്രിയിൽ എന്നോട് പറയുന്നത്? നാളെ നേരം വെളുത്തോട്ടെ, നമുക്ക് വിശദമായി സംസാരിക്കാം. CH ഉസ്താദ് പറയുകയാണ്, നാളെ നേരം വെളുക്കാനൊന്നും സമയമില്ല, നീ ഇപ്പോൾ തന്നെ കേൾക്കണമെന്ന് പറയുമ്പോ അങ്ങനെ അതാ കിടക്കുന്നതിന് മുൻപ് ഒരു ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാ അവന്റെ ഭാര്യ അനുവർത്തിക്കേണ്ട മുഴുവൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാ. അങ്ങനെ അതാ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. അങ്ങനെ അതാ പാതിരാവിന്റെ നേരമായപ്പോ, പാതിരാവിന്റെ സമയമായപ്പോ CH ഉസ്താദിന് വല്ലാത്ത നെഞ്ഞുവേദന അനുഭവപ്പെടുകയാ. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ തട്ടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവളെ, എനിക്ക് വല്ലാത്ത നെഞ്ഞുവേദന അനുഭവപ്പെടുകയാ, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്ന സമയത്തതാ കിടന്ന കിടപ്പിൽ നിന്നും ആ പ്രിയപ്പെട്ട ഭാര്യതാ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയുടെ അരമനയുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ പിന്നിൽ നിന്നും അതാ ഒരു അപരിചിതമായ ശബ്ദം കേൾക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാര്യ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്നറിയുമോ? ഇന്നാ ലില്ലാഹ്, മരിച്ചു കിടക്കുന്ന വഫാത്തായി കിടക്കുന്ന CH ഹൈദ്രോസ് മുസ്ലിയാരെയാണ്. CH ഹൈദ്രോസ് മുസ്ലിയാരെയാണ്. റഹ്മാനായ അല്ലാഹ്, ഈ മഹാനുഭാവന്മാരുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ തമ്പുരാനെ, ഇവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ തമ്പുരാനെ. അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലേ മരിച്ചത്. KT ഉസ്താദ് മരണം എങ്ങനെയായിരുന്നു മരണം? സമസ്തയുടെ സമ്മേളനത്തിൽ വന്ന് എന്ത് റാഹത്തുള്ള മരണമാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകരെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വളരെ സന്തോഷനിർഭരമായ മനസ്സോടെ സമ്മേളന നഗരിയിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു. നെഞ്ഞുവേദന അനുഭവപ്പെട്ടു. ആംബുലൻസ് റെഡിയായി നിൽക്കുന്നുണ്ട് ഉസ്താദിനെ ആശുപത്രിയിൽ എത്തിക്കാൻ.
ഉസ്താദിന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി വാഹനം ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ അതാ നെഞ്ഞുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ആംബുലൻസിന്റെ അകത്തളത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട KT ഉസ്താദ് വല്ലാത്ത ക്ഷീണത്തിന് അടിമപ്പെടുകയാ. മാനോസ്താദ് പറയുകയാണ് ചുറ്റുമുണ്ടായിരുന്ന ആളുകളോട്, എന്റെ അവസാന സമയം അടുത്തിരിക്കുകയാ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാ. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് കിബിലയെ അഭിമുഖീകരിച്ചു കൊണ്ട് കിടക്കണം, അതാണ് എന്റെ ആഗ്രഹമെന്ന് പറയുമ്പോ ആ വാഹനം അതാ കിബിലയിലേക്ക് തിരിച്ചു വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതാ കിബിലക്ക് അഭിമുഖമായി കിടന്നുകൊണ്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 4 വട്ടം ഉച്ചരിച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട KT ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അതിനേക്കാളും വലിയൊരു അത്ഭുതം കേൾക്കണോ? ഈ KT ഉസ്താദ് ഇതേ സമ്മേളന നഗരിയിലേക്ക് വരുന്നതിന് മുൻപ് തന്റെ ഭാര്യയോട് പറയുകയാണ്, എനിക്കൊരു തോർത്തുമുണ്ട് കൊണ്ടുവരണേ. ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാണ് മനുഷ്യ നിങ്ങൾക്ക് പതിവില്ലാത്ത ഒരു തോർത്തുമുണ്ട്? നിങ്ങളെല്ലാ ദിവസവും പരിപാടിക്ക് പോകുന്നയാളാണല്ലോ, നിങ്ങളെല്ലാ ദിവസവും സ്റ്റേജിലിരിക്കുന്ന ആളാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് തോർത്തുമുണ്ടെന്ന് ചോദിക്കുമ്പോ, എന്താവശ്യമാണ് നിങ്ങൾക്ക് തോർത്തുമുണ്ടെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മാനോസ്താദ് പറയുകയാണ്, ആ തോർത്തുമുണ്ട് കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ഏതാണ് ആ ആവശ്യമെന്നറിയുമോ? ആ ആംബുലൻസിന്റെ അകത്തളത്തിൽ വെച്ച് KT ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരെ താണ്ടിക്കെട്ടിയത് ഇതേ തോർത്തുമുണ്ട് കൊണ്ടായിരുന്നു. എന്തോരത്ഭുതമാണ് റബ്ബേ, എന്തോരത്ഭുതമാണ്. അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര മഹാന്മാരുടെ മനോഹരമായ മരണമുഹൂർത്തങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ്. എന്താണ് ഇഖ്ലാസ്, എന്താണ് തവാളു എന്ന് അവിടുത്തെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചു തന്നു, പ്രവർത്തിച്ചു കാണിച്ചു തന്നു. ആ ഒരു പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് തവാളു എന്നത് എന്താണ് എന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന മഹാനല്ലേ. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന്റെ 2 ദിവസം മുമ്പ് ജാമിഅ നൂരി അറബിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പതിവ് പോലെ ക്ലാസിന്റെ സമയം കഴിഞ്ഞു, ക്ലാസിന്റെ സമയം അവസാനിച്ചു. പക്ഷേ ക്ലാസ് നിർത്തിയതേയില്ല. ആ സമയത്ത് ഒരുപാട് നേരം 10-15 മിനിറ്റുകൾ അങ്ങ് അധികരിച്ചപ്പോ ഒരു മുത്തഅല്ലിം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ സമയം കഴിഞ്ഞിട്ടുണ്ട്. സമയം കഴിഞ്ഞ് 10-15 മിനിറ്റുകൾ അധികരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഉസ്താദ് പറഞ്ഞു, എനിക്കറിയാമടാ, നീ എവിടെ ഇരിക്ക്, എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം, നീ എവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം കൂടി ക്ലാസ് എടുത്തു. കിതാബ് പൂട്ടിവെച്ച് ആ ദർസ് ഹാളിന്റെ എല്ലാ ഭാഗത്തേക്കും നോക്കി. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അവിടെയും കുറച്ചു നേരം വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ആ ജാമിഅ നൂരിയുടെ എല്ലാ